മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 10-3-1995 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. മകേര്യമാണ് നക്ഷത്രം. മകേര്യം 4-ാം പാദം. ഇടവലഗ്നം. 2-ൽ ചന്ദ്രൻ, 3-ൽ കുജൻ, 4-5 ഭാവങ്ങൾ ശൂന്യം, 6-ൽ രാഹു, 7-ൽ വ്യാഴം, 8 ശൂന്യം, 9-ൽ ഭാഗ്യസ്ഥാനത്ത് ബുധൻ, ശുക്രൻ, 10-ൽ സൂര്യൻ, ശനി, 11 ശൂന്യം, 12-ൽ കേതു, ഗുളികൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒരേപോലെയുള്ള സമ്മിശ്രമായിട്ടുള്ള ഒരു ഗ്രഹനിലയാണിത്. ഈ ഗ്രഹനില എടുക്കുന്ന സമയത്ത് ഇദ്ദേഹം വളരെ റീസെൻ്റായിട്ട് 1-2 ദിവസം മുൻപ് എന്നെ വിളിച്ചിരുന്ന ആളാണ്. പ്രധാനമായിട്ടും ലഗ്നാധിപനായിട്ടുള്ള ഗ്രഹം ഭാഗ്യസ്ഥാനത്ത് ബുധനോട് ചേർന്ന് നിൽക്കുന്നു. വളരെ നല്ലതാണ്. പക്ഷേ ലഗ്നത്തിലേക്ക് ഗുളികൻ്റെ 2-ാം ദൃഷ്ടി വരുന്നുണ്ട്. അതിനെ ഒരല്പം, പ്രത്യേകിച്ചും ശുക്രലഗ്നവുമാണ്, അതിനെ ഒരല്പം കരുതുക തന്നെ വേണം. ലഗ്നത്തിലേക്ക് വരുന്ന ഗുളികൻ്റെ 2-ാമത്തെ ദൃഷ്ടി. ഗുളികനാകട്ടെ സൂര്യനോടൊത്ത് നിൽക്കുന്ന ശനിയുടെ 3-ാം ദൃഷ്ടിയിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ അത്തരം ഗുളികൻ ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ ആ ദൃഷ്ടിക്ക് പവർ, ശക്തി സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. എന്നാൽ ഭാഗ്യവശാൽ ഇവിടെ ലഗ്നാധിപൻ വളരെ സേഫായിട്ടാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ചും ബുധനോട് ചേർന്നാണ് നിൽക്കുന്നത്. അതും ഭാഗ്യസ്ഥാനത്താണ് നിൽക്കുന്നത്. ലഗ്നത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന, ഇത് രണ്ടും. ചില ആളുകൾക്ക് ലഗ്നത്തിൽ തന്നെ ഗുളികൻ നിൽക്കും, ലഗ്നാധിപൻ ഇങ്ങനെയും നിൽക്കും. ഈ ജാതകത്തിൽ ദൃഷ്ടിയാണ്, ഗുളികൻ്റെ ദൃഷ്ടിയാണ് വരുന്നത്. അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ്സ് ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ പൊതുവേ ഈ വ്യക്തിക്ക് ലഗ്നാധിപനെ കൊണ്ടുള്ള ഗുണഫലങ്ങൾ പരിപൂർണമായും എല്ലാ രീതിയിലും ലഭിക്കുന്നത് തന്നെയാണ്. അതിലൊരു തർക്കമോ തടസ്സമോ ഒന്നും തന്നെയില്ല. അതുപോലെ ഈ ലഗ്നത്തിലേക്ക് വരുന്ന, നേരത്തെ ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ലഗ്നത്തിൽ ഗുളികൻ നിന്നാലോ ലഗ്നത്തിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വന്നാലോ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് പോലെയുള്ള കാര്യങ്ങൾ കുറേ പേർക്ക് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഇറങ്ങുന്ന എല്ലാ കാര്യങ്ങളിലും ആദ്യം ഒരു മുടക്കം, ഒരു തടസ്സം ഗുളികൻ വയ്ക്കാറുണ്ട്. അതിനുശേഷം അത് മാറി ആ കാര്യം നടക്കുകയും ചെയ്യും. എന്നാൽ ആ തടസ്സത്തെ കണ്ട് ഭയന്നാൽ, പിന്നോട്ട് പോയാൽ ഉദ്ദേശിച്ച ലക്ഷ്യം കാണാതെയും വരും. അതാണ് ഇതിലെ അപകടമെന്ന് പറയുന്നത്. ഇത്തരം ആളുകൾക്ക് ഇറങ്ങുന്ന കാര്യങ്ങളിൽ തടസ്സം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള തർക്കം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അസ്വസ്ഥത സ്വാഭാവികമായിട്ടും ആ വ്യക്തിക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ വ്യക്തിക്കും അതുകൊണ്ട് അതിനെ മറുകണ്ഠം ചാടി പോവുക, കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ, ലഗ്നാധിപനെ ബലപ്പെടുത്തിക്കൊണ്ട് തന്നെ മറുകണ്ഠം ചാടി പോവുക എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള പരിഹാരം. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിന് ഒന്നിലധികം വരുമാന മാർഗങ്ങൾ ഉണ്ട്. 2-ാം ഭാവാധിപൻ, 2-ൽ ചന്ദ്രൻ നിൽക്കുന്നു. 2-ാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ബുധൻ ലഗ്നാധിപനോടൊത്ത് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. വളരെ വളരെ നല്ലതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തിക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. ലഗ്നത്തെ കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് വലിയ കാര്യങ്ങൾ പ്രത്യേകിച്ചും ധനപരമായിട്ട് തന്നെ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ 6-ലാണ് രാഹു നിൽക്കുന്നത്. 1, 2, 3, 4, 5, 6. രാഹുവിൻ്റെ 6-ാം ദൃഷ്ടി, 7-ാം ദൃഷ്ടി, 9-ാം ദൃഷ്ടി, 12-ാം ദൃഷ്ടി. അങ്ങനെയാണ് രാഹു ഈ ഗ്രഹനിലയിൽ ദൃഷ്ടികൾ ചെയ്യുന്നത്. നിൽക്കുന്ന രാശിയിൽ നിന്നും 6, 7, 9, 12. അങ്ങനെയാണ് എല്ലാ ഗ്രഹനിലയിലും രാഹു എന്ന ഛായാഗ്രഹം തൻ്റെ ദൃഷ്ടി നടത്തുന്നത്. ഭാഗ്യവശാൽ വ്യാഴത്തിലേക്കോ അല്ലെങ്കിൽ ശുക്രനിലേക്കോ ഒന്നും തന്നെ രാഹുവിൻ്റെ ദൃഷ്ടിയില്ല. പക്ഷേ രാഹുവിൻ്റെ 9-ാം ദൃഷ്ടി വരുന്നത് ചന്ദ്രൻ നിൽക്കുന്ന ഇടത്തേക്കാണ്. പ്രത്യേകിച്ചും മനസ്സിൻ്റെ കാരകൻ, മാതാവിൻ്റെ കാരകനായിട്ടുള്ള ചന്ദ്രനിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടി വന്നാൽ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള മാനസികമായിട്ടുള്ള അസ്വസ്ഥതകൾ, ടെൻഷൻസ്, കൺഫ്യൂഷൻസ്, ഒരു സ്വസ്ഥതയില്ലായ്മ. ധാരാളം പണം സമ്പാദിക്കുമെങ്കിലും ധാരാളം പണം തന്നെ കയ്യിൽ വന്നാൽ തന്നെയും എന്തൊക്കെയോ ആയിട്ട് ഒരു സ്വസ്ഥതയില്ലായ്മ മനസ്സിന് ഉണ്ട് എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്.
ഇഷ്ടംപോലെ വരുമാനമുണ്ട്, ജോലിയുണ്ട്, കാര്യങ്ങളുണ്ട്, പക്ഷേ ഒരു സ്വസ്ഥതയില്ല എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ കേട്ടിട്ടുണ്ടാകും. അവരുടെയൊക്കെ ജാതകങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ, ഗ്രഹനില പരിശോധിച്ചാൽ കൃത്യമായിട്ടും ചന്ദ്രൻ ഏതെങ്കിലും രീതിയിലുള്ള രാഹു അല്ലെങ്കിൽ കേതു, ഗുളികൻ, ശനി, അല്ലെങ്കിൽ ഏതെങ്കിലും നീചഗ്രഹവുമായി ബന്ധപ്പെട്ട് ചന്ദ്രൻ നിൽക്കുക, അല്ലെങ്കിൽ ചന്ദ്രൻ തന്നെ നീചസ്ഥനായി നിൽക്കുക, ഇതെല്ലാം ഈ കാരണമില്ലാതെ മനസ്സ് ഉത്കണ്ഠപ്പെടുന്നതിനുള്ള ഒരു പ്രധാന ലക്ഷണം തന്നെയാണ്. ഇവിടെ രാഹുവിൻ്റെ 9ാം ദൃഷ്ടി വന്നിട്ടുള്ളത് മനസ്സിൻ്റെ കാരകനായിട്ടുള്ള ഗ്രഹം ചന്ദ്രനിലേക്കാണ്. മാതാവിൻ്റെ കാരകനും ചന്ദ്രനാണ്. അതുകൊണ്ടാണ് അത്തരമൊരു അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു വ്യക്തതയില്ലായ്മ എന്ന് പറയുന്ന ഒരവസ്ഥ പലപ്പോഴും മനസ്സിന് ഉണ്ടാകുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ വിവാഹസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. 7-ൽ വ്യാഴം നിൽക്കുന്നു. വളരെ വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ജോലി, അതല്ല എങ്കിൽ മാസവരുമാനം, പ്രത്യേകിച്ചും സർക്കാർ സംബന്ധമായിട്ട് തന്നെയുള്ള, പ്രത്യേകിച്ചും ബാങ്കിങ് മേഖല, വൈദ്യമേഖല, അഡ്വക്കേറ്റ്, അധ്യാപനം പോലെയുള്ള മേഖലകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വധു ഇദ്ദേഹത്തിലേക്ക് വരുന്നതിന് പ്രധാന ഒരു കാരണം തന്നെയാണത്. അപ്പോൾ അത്തരം മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തിയാൽ വിവാഹം പോലെയുള്ള കാര്യങ്ങൾക്ക് ഒരു വലിയ പരിഹാരം തന്നെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാകും. അതുപോലെ ഇത് വ്യാഴം 7-ൽ നിൽക്കുന്നത് കൊണ്ടുള്ള ഗുണം നേരത്തെ പറഞ്ഞത്. വ്യാഴം 7-ൽ നിൽക്കുന്നത് കൊണ്ടുള്ള ഗുണമാണ് പറഞ്ഞത് എങ്കിൽ അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. 7ാം ഭാവാധിപൻ കുജനാണ്, കർക്കിടകത്തിൽ നീചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. വളരെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ വ്യാഴം ഒരാളെ കൃത്യമായി എത്തിച്ചാൽ തന്നെയും, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ എത്തിയാൽ തന്നെയും കൃത്യമായി നാള്, പൊരുത്തം, ജാതകം പോലെയുള്ള കാര്യങ്ങൾ, ചേരുന്ന ഗ്രഹനിലകളാണ്, ലഗ്നങ്ങളാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ കൃത്യമായി നീക്കാനായിട്ട്. 7ാം ഭാവാധിപൻ നീചസ്ഥനായി പ്രത്യേകിച്ചും കുജൻ നിൽക്കുന്നു എന്നത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അങ്ങനെ നിൽക്കുന്നുവെങ്കിലും മറ്റ് ദോഷങ്ങളൊന്നും കുജനില്ല. അതായത് ഗുളികൻ, അതല്ല എങ്കിൽ ശനി, അതല്ല എങ്കിൽ ഈ പറയുന്ന രാഹു പോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ, പ്രത്യേകിച്ചും ബുധൻ, കുജൻ ശത്രുതയിലാണ്. അത്തരം കാര്യങ്ങളൊന്നുമില്ല. എന്നിരുന്നാൽ തന്നെയും ഇത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. നല്ലത് തന്നെ വരാം, എന്നാലും അതിലെന്തെങ്കിലും ഒരു പാകപ്പിഴയ്ക്കുള്ള സാധ്യതയുണ്ടോ എന്നൊന്ന് അറിഞ്ഞിട്ട് വേണം ഇദ്ദേഹം വിവാഹം പോലെയുള്ള കാര്യങ്ങളെ സമീപിക്കാനായിട്ട്. അതുപോലെ തന്നെ വ്യാഴദശയാണ് നടക്കുന്നത്. ഗുരുവിൽ രവി, പ്രത്യേകിച്ചും സൂര്യൻ 10-ൽ നിൽക്കുന്നു ശനിയോടൊപ്പം. ഇവിടെ ശശമഹായോഗം കൊടുത്തുകൊണ്ടാണ് ശനി നിൽക്കുന്നത്. ലഗ്നാൽ 10-ൽ ശനി ശശയോഗം തന്നെ കൊടുക്കും. പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ സൂര്യൻ വന്നു. അപ്പോൾ ജോലി സംബന്ധമായിട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള തർക്കങ്ങളോ, തടസ്സങ്ങളോ, അഭിപ്രായ വ്യത്യാസങ്ങളോ, രൂക്ഷമായ വാക്പ്രയോഗങ്ങളോ ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത, ഒരു സ്വസ്ഥതയില്ലായ്മ ഏതെങ്കിലുമൊക്കെ രീതിയിൽ, അല്ലെങ്കിൽ ക്ഷോഭിച്ച് സംസാരിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയോ, ക്ഷോഭിച്ച് ആരെങ്കിലും നമ്മളോട് സംസാരിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതകൾ ഇത്തരം വ്യക്തികൾക്ക് വളരെ വളരെ കൂടുതലാണ്. ശനി, അതുപോലെ തന്നെ സൂര്യൻ, ഇത് ഒരല്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ, അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കി വിടുന്നതായിരിക്കും ബുദ്ധി. എന്നാൽ ശനി ഇവിടെ ശശമഹായോഗം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് തന്നെ വേണം. നിലവിൽ അദ്ദേഹത്തിന് വർക്ക് സ്പേസുമായി ബന്ധപ്പെട്ടിട്ട് മുഷിച്ചിലുകൾ, തർക്കങ്ങളൊക്കെ ഉണ്ട് താനും. ഇത്തരം ഗ്രഹനിലകൾ ഈ രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ അത്തരക്കാർക്ക് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാം സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടായിരിക്കില്ല കാര്യങ്ങൾ പോകുന്നത് എന്ന് സാരം. അല്പം ടഫായിട്ടുള്ള അനുഭവങ്ങളിലൂടെയും അല്പം ചൂടേറിയ അനുഭവങ്ങളിലൂടെയും കാര്യങ്ങൾ നീങ്ങും എന്നൊരർത്ഥം ഇതിനുണ്ട്. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ചിലവിൻ്റെ സ്ഥാനം, വ്യയസ്ഥാനത്ത് കേതു, രാഹുവിൻ്റെ സ്വാഭാവികമായ ദൃഷ്ടിയുണ്ടവിടെ. അതുപോലെ തന്നെ ഗുളികനോടൊത്താണ് കേതു നിൽക്കുന്നത്. വ്യയസ്ഥാനത്ത് ഗുളികൻ നിന്ന് കഴിഞ്ഞാൽ ചെലവുകളെ നിയന്ത്രിക്കുക. 12ാം ഭാവാധിപൻ നീചസ്ഥനുമാണ്. അപ്പോൾ കൃത്യമായി വരവ് ചെലവുകളെ, അതിൽ തന്നെ ചെലവുകൾക്ക് നിയന്ത്രണം കൊണ്ടുവരിക. അനാവശ്യമായി കാശ് പ്രയോഗിക്കുന്ന സാഹചര്യങ്ങൾ, സന്ദർഭങ്ങളിൽ നിന്നും പരമാവധി ഒരു 75% ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക. കാര്യം 25% എത്ര തന്നെ ഒഴിഞ്ഞു മാറിയാലും അതവിടെ ഉണ്ടാകും. കാരണം ഗുളികൻ 12-ൽ കേതുവിനോടൊത്ത് രാഹുവിൻ്റെ ദൃഷ്ടിയിൽ, ശനിയുടെ ദൃഷ്ടിയിൽ നിൽക്കുന്നു എന്നതിൻ്റെ നെഗറ്റീവ് നമ്മൾ എത്ര ജാഗ്രതയോടെ ശ്രദ്ധിച്ച് സൂക്ഷിച്ചു പോയാലും 25%, 25% നമ്മൾക്ക്
കിട്ടുക തന്നെ ചെയ്യും. അങ്ങനെ കിട്ടിയില്ല എങ്കിൽ ഗ്രഹനിലയെ തെറ്റാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും വേണ്ടുന്ന പരിഹാരം വേണ്ടുന്ന സമയത്ത് കൃത്യമായ അളവിൽ ചെയ്തും തന്നെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫലത്തെ 100% വരുന്ന ഇതിൻ്റെ ഫലത്തെ തീർച്ചയായിട്ടും കുറയ്ക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ വ്യക്തി കൃത്യമായിട്ട് തന്നെ ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ ധനപരമായിട്ടായാലും മറ്റു കാര്യങ്ങൾക്കായാലും ഒരുപാട് നല്ലത് അല്ലെങ്കിൽ നന്മ ഉള്ള ഒരു ഗ്രഹനില തന്നെയാണത്. എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്ന ലഗ്നത്തെ കൊണ്ടായാലും 12ാം ഭാവത്തെ കൊണ്ടായാലും വിവാഹ സ്ഥാനത്തിൻ്റെ അധിപനെ കൊണ്ടായാലും ഒക്കെ ശ്രദ്ധിക്കേണ്ടുന്ന അല്പം ജാഗ്രത പുലർത്തി പോകേണ്ടുന്നതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അതിന് വേണ്ടുന്ന പരിഹാരങ്ങളും കൃത്യമായി തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ചെയ്യുന്ന മുറയ്ക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ കുറയുകയും ക്രമാനുഗതമായി തന്നെ കുറയുകയും ഗുണാനുഭവങ്ങൾ കൂടുകയും ചെയ്യും. ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ മകീര്യമാണ് നക്ഷത്രം. കുജദശയിൽ ജനിച്ചു. 96 വരെ ജന്മശിഷ്ടം കുജദശ കിട്ടി. അതിനുശേഷം രാഹുദശ 2014 വരെ, അതിനുശേഷം വ്യാഴം 2030 വരെ, അതിനുശേഷം ശനി 2049 വരെ, അതിനുശേഷം ബുധൻ 2066 വരെ, ശേഷം കേതു, ശുക്രൻ എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത്. നേരത്തെ പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ നടപ്പ് ദശ എന്ന് പറയുന്നത് വ്യാഴദശയിൽ സൂര്യൻ്റെ അപഹാരമാണ്. 20/2/2025 തൊട്ട് 9/12/2025 വരെ. ഈ സമയത്തൊക്കെ വിവാഹം പോലെയുള്ള കാര്യങ്ങൾക്ക് ഒട്ടും നല്ലതല്ല. എന്തുകൊണ്ട്? സൂര്യൻ നിൽക്കുന്നത് ശനിയോടൊപ്പമാണ്. എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ, തർക്കങ്ങൾ, വഴക്കുകൾ, അസ്വസ്ഥതകൾ, ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള ശത്രുതയൊക്കെ ഉണ്ടായി വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു സമയമൊക്കെ കഴിഞ്ഞ് വരുന്ന സമയം വിവാഹം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോജ്യവുമാണ്. അപ്പോൾ ഒരല്പം ക്ഷമ കാണിക്കുക, അല്പം ബുദ്ധിപരമായി തന്നെ കാര്യങ്ങളെ കാണുക, ജാഗ്രതയോടെ തന്നെ നീങ്ങിയാൽ തീർച്ചയായിട്ടും ഗുണാനുഭവങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലുള്ള ഒരു ഗ്രഹനിലയാണ്. കൃത്യമായി തന്നെ പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ആ രീതിയിൽ തന്നെ ചെയ്യുക വഴി ഗുണാനുഭവങ്ങൾ ഈ വ്യക്തിക്ക് കിട്ടുക തന്നെ ചെയ്യും. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.